ഹായ് ഗൈസ്, അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ RC കാറുകൾ. ഇതുകൊണ്ടുള്ള ടോയ് RC കാറുകളല്ല, ഹോബി RC കാറുകൾ. അപ്പം ഈ ഹോബി RC കാറുകൾ മേടിക്കുക എന്നുള്ളത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ചിലവാകുന്നൊരു പരിപാടിയാണ്. അത് മേടിക്കാൻ എന്തായാലും സാധാരണക്കാരനെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പറ്റുന്നൊരു ടോയ് RC കാറാണ് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇത് മേടിച്ച ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് പരിചിതമായിട്ടൊരു ടോയ് RC കാർ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇതിനകത്ത് വരുന്നത് എന്തൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് നോക്കാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. നമുക്കിവിടെ ഇത് അൺബോക്സ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാറിനൊപ്പം വരുന്നത് ഇതുകൊണ്ട് അതിൻ്റെ റിമോട്ടും നമുക്കത് ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ളൊരു ചാർജിങ് പോർട്ടുമാണ് വരുന്നത്. ഈ ഒരു റീചാർജബിൾ ബാറ്ററി വരുന്നുള്ളൂ. ഈ ബാറ്ററി നമുക്ക് എന്തായാലും കണക്ട് ചെയ്തിട്ടില്ല. നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാം. ഓക്കെ, കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തിട്ട് ഇത് വർക്കിംഗ് ആണെന്നല്ലേ ജസ്റ്റ് ഓൺ ആക്കി നോക്കിയാൽ മതി. അപ്പോൾ ഒരു LED കത്തും. കണ്ടോ, ഇവിടെ ഒരു സ്ക്രൂവും വരുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഈ കവർ അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ളതുകൊണ്ട് സ്ക്രൂവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി എപ്പോഴും റീചാർജ് ചെയ്യാൻ പുറത്തോട്ട് എടുക്കണമെങ്കിൽ ഈ സ്ക്രൂ എപ്പോഴും അഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഈ സ്ക്രൂ യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ റിമോട്ടിൻ്റെ ബാറ്ററിയോടെ സെറ്റ് ചെയ്യാം. ഞാനിവിടെ 2 ബാറ്ററി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇട്ട് കൊടുക്കുമ്പോൾ ഓൺ ആകുമ്പോൾ നമുക്കിവിടെ ഇൻഡിക്കേഷൻ ഉണ്ട്. ലെഫ്റ്റ്, റൈറ്റ്, ബാക്ക്, ഫ്രണ്ട്. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പറ്റുന്നത്. എന്നാൽ റിമോട്ടിൻ്റെ ഇവിടെ ഒരു സ്ക്രൂ കാണിക്കുന്നുണ്ട്, പക്ഷേ ആ സ്ക്രൂ ഇതിനകത്ത് മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇത് ഓൺ ആക്കി നോക്കാം. ഇവിടെ ഓൺ ഉള്ള സെറ്റ് കേൾക്കാം. ഓക്കെ, ബാക്ക് ഫ്രണ്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റും റൈറ്റും. ഈ ലെഫ്റ്റും റൈറ്റും ഒടിവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഒടിവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ സസ്പെൻഷൻ അത്ര മോശമില്ലാത്തതാണ്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല സസ്പെൻഷനുണ്ട്. ടോയ് RC കാറിൻ്റെ ആണെങ്കിലും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി മോശമില്ല. ഒരു 1000 രൂപയ്ക്കകത്ത് കിട്ടുന്ന ടോയ് അപേക്ഷിച്ചിട്ട് എന്തായാലും ഈ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. ഇതിൻ്റെ റിമോട്ടിൻ്റെ ബിൽഡ് ക്വാളിറ്റി അത്ര പറയത്തക്ക മെച്ചമില്ലെങ്കിലും ഓക്കെ, കുഴപ്പമില്ല. ഒരു 1000 രൂപയ്ക്കകത്ത് കിട്ടുന്നതായതുകൊണ്ട് നമുക്കിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, അടിപൊളി. അയ്യോ, എവിടെ പോവാ? ഇങ്ങോട്ട് വാ. കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ വാ. ഇതിന് സ്പീഡും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്ന അടിപൊളിയായിരുന്നു. സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഒറ്റ സ്പീഡിൽ ഇതിങ്ങനെ വർക്കാവത്തുള്ളൂ. നമുക്കെന്തായാലും ഈ സ്ലോപ്പ് ഒന്ന് കയറ്റിച്ച് നോക്കാം മേപ്പോട്ട്. കയറ്റം കയറും, പക്ഷേ ആ ഗ്രിപ്പ് കിട്ടാത്ത ടയറിന്. ഓക്കെ, ഇവിടെ കയറ്റിച്ച് നോക്കാം. ഗ്രിപ്പ് കിട്ടുന്നില്ലെന്നുള്ള കുഴപ്പമില്ല കേട്ടോ, കയറുന്നുണ്ട്. ഓഹ്, എൻ്റെ ഒരു താഴെ വന്ന് കല്ലിലടിച്ച്. പക്ഷെ അതിന് കുഴപ്പമൊന്നുമില്ലെന്നാണ് തോന്നുന്നത്. താഴെ പോയി ഇവിടെ അടിച്ചത് കേട്ടോ. ഓക്കെ, നമുക്കെന്തായാലും ഇത് കയറ്റം കയറി നമുക്കൊന്ന് ഓഫ് റോഡ് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ എങ്ങനെ ഉണ്ടെന്ന് ഇതിൻ്റെ പെർഫോമൻസ്. ഇങ്ങനത്തെ റിമോട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇത് നമുക്കൊന്ന് ഈ റിമോട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ടിയിരിക്കും. ഈ റിമോട്ടിനെ മൊത്തം മാറ്റിയെടുത്തിട്ട് നമുക്ക് പുതിയ രീതിയിൽ ഈ റിമോട്ടൊന്ന് മാറ്റിയെടുക്കണം. അല്ലാതെ റിമോട്ടിനകത്ത് ഭയങ്കര കൺട്രോളിങ് ഭയങ്കര പാടാണ്. ഈ ലെഫ്റ്റും റൈറ്റും തിരിക്കാനേ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഇതിനകത്ത് നമുക്ക് ഭയങ്കര പാടാണ്. നമുക്ക് പെട്ടെന്ന് തെറ്റിപ്പോവും. നമ്മുടെ ചിലപ്പോൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് റിവേഴ്സിന് വരും ഫ്രണ്ടിലോട്ട് എടുക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇതിന്. ഇത് ഈ റിമോട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ് ഇങ്ങനെയുള്ളത്. അത്ര വലിയ ഓഫ് റോഡൊന്നും പറയാനില്ല. നമുക്ക് എന്തായാലും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഓ, ലോക്കായി അവിടെ. ഞാൻ പറഞ്ഞു നമുക്കിതിൻ്റെ കൺട്രോളിങ് അത്ര ഇച്ചിരി പാടാണ്. ഇത് ലെഫ്റ്റ് റൈറ്റ് ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട് ഇത് നമുക്ക് ഇച്ചിരി പാടാണ് ഇത്. കാരണം ഇങ്ങനത്തെ റിമോട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഫ്രണ്ടിലോട്ടായിപ്പോയി. കരയിലേക്ക് ഒരു തേക്കിൻ്റെ കരയിൽ തടഞ്ഞു നിർത്തി.
ഇപ്പോൾ ഏകദേശം 10 മീറ്റർ റേഞ്ച് അപ്പുറത്ത് പോയി കേട്ടോ. വണ്ടി സ്റ്റോപ്പായി, സിഗ്നൽ സ്റ്റോപ്പായി, കണ്ടോ. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് നടക്കാം. ഈ ടോയ് RC കാറെല്ലാം 10 മീറ്ററിന് മുകളിൽ സിഗ്നൽ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ചെയ്യാനുള്ളത്, എനിക്ക് റിമോട്ട് മൊത്തത്തിലൊന്ന് അഴിച്ചു പണിയാനുണ്ട്. ഇത് നമ്മുടെ സാധാരണ വരുന്നുണ്ട് ലെഫ്റ്റും റൈറ്റും ബാക്കും ഫോർവേഡ് ആക്കി എടുക്കണമെന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് ഒരു അപ്ഗ്രേഡ് ചെയ്യും. അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് അപ്ഗ്രേഡേഷൻ ഒന്നും ചെയ്യണമെന്നില്ല. അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഈ പൈസയ്ക്ക് ഈ ഒരു സംഭവം അടിപൊളിയാണ്. 1000 രൂപയ്ക്ക് താഴെ ഒരു റിമോട്ട് കൺട്രോൾ RC ടോയ് കാർ എന്ന നിലയ്ക്ക് ഇത് അടിപൊളിയൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ ഇത് പ്രൊഫഷണലൊന്നുമല്ല, അത്യാവശ്യം നമുക്ക് കളിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുമാണെങ്കിൽ ഇത് പൊളി സാധനമായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്കിത് ഒരു സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കുഴപ്പം നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. അല്ലാതെ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഓക്കെയാണ്. പ്ലേ ടൈം ഒക്കെ അത്യാവശ്യം ഏകദേശം 1 മണിക്കൂർ അടുത്ത് ഇതിൻ്റെ പ്ലേ ടൈം കിട്ടുന്നുണ്ട്. ഒരു 3500 mAh ബാറ്ററിയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ചാർജിങ് കേബിളിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട ഒന്നാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫുൾ ചാർജ് ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആവാൻ വേണ്ടി ഇതിനകത്തൊരു സെറ്റപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചാർജ് ചെയ്യുന്ന നേരത്തെ ഇതിനകത്ത് ചുവന്നൊരു ഇൻഡിക്കേഷൻ കത്തും. ചാർജ് ഫുള്ളാകുന്ന നേരത്തെ അത് കെടും. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസഡ്വാൻറ്റേജ് വേറൊന്നും എടുത്ത് പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ഊരി വേണം ചാർജ് ചെയ്യാനായിട്ട്. പക്ഷേ അത് നമുക്ക് ഒരു ഫീമെയിൽ സോക്കറ്റ് ഇവിടെ കണക്ട് ചെയ്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അതെന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചെയ്യുന്ന വീഡിയോയും ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇതുകൊണ്ട് ഇനി നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിനകത്ത് ഇനി ചെയ്യുന്നതായിരിക്കും.